ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീൽ ബാരോയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ചെറിയൊരു മോഡിഫിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇതിങ്ങനെ വീൽ ബാരോ മൊത്തത്തിലാണ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ലോഡ് കയറ്റുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ വലിയ ലോഡൊക്കെ കയറ്റുന്ന സമയത്ത് ഇത് തിരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ട് സാധാരണ വണ്ടികളിലൊക്കെ ഉള്ളതുപോലെ, അതായത് ഈ വീല് മാത്രം തിരിയണ രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി വർക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീൽ ബാരോയുടെ പാർട്സ് മൊത്തം അഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് ആക്സിലും അതുപോലെ ആക്സിലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പൈപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ ഈ ഒരു പാർട്ടും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് വീല് തിരിക്കാൻ വേണ്ടി ഒരു സ്പിൻഡിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ റോളിംഗ് ഗേറ്റിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് നമ്മൾ ഈ തള്ളി നീക്കുന്ന ഗേറ്റിൽ ഈ ബോൾട്ടാണ് നമുക്ക് വീൽ ആക്സിലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബോൾട്ടിനെ ഇതിൻ്റെ നടുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അടുത്തതായിട്ട് നമ്മളൊരു പട്ടയിൽ ഹോൾട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതും കൂടെ ഇതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഈ ഹോളിൽ നമ്മൾ 6mm ത്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പിൻഡിലിനൊരു ബ്രാക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ആംഗ്ലറിൻ്റെ പീസ് ഹോൾട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഈ ഒരു രീതിയിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ പൈപ്പിൻ്റെ 2 അറ്റത്തായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. നമുക്ക് ഈ പൈപ്പിനെ നേരത്തെ ഫ്രണ്ട് ആക്സിലിരുന്ന സ്ഥലത്ത് വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഈ ചേസിന് കുറച്ച് നീളം കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പൈപ്പ് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ ഇടയിലായിട്ട് ഓരോ പൈപ്പ് കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സൈഡിലും വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പിൻഡിലിനെ ഇതിൽ പിടിപ്പിക്കാം. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ ആക്സിലിൻ്റെ അറ്റത്തായിട്ട് ഒരു ഹോൾ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു പിന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ വീല് പിടിപ്പിക്കാം. ഒരു 1/2 ഇഞ്ച് പൈപ്പിൻ്റെ 2 അറ്റത്തായിട്ട് 2 പട്ട വെൽഡ് ചെയ്തിട്ട് അതിൽ ഓരോ ഹോൾട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ ഹാൻഡിൽ ബാർ കൊടുത്തിരുന്ന പൈപ്പും കൂടെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈക്കിളിൻ്റെ ഫോർക്കും ഹെഡ് ട്യൂബും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോർക്കിൻ്റെ അറ്റത്തായിട്ട് 2 പീസ് ആംഗ്ലറും അതുപോലെ ഒരു പട്ടയും വെച്ചിട്ട് ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പട്ടയുടെ അറ്റത്തായിട്ട് ഒരു ഹോൾ കൊടുത്തിട്ട് അതിലൊരു നട്ടും കൂടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് ട്യൂബിനെ ഇവിടെ ആയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പൈപ്പിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ കൊടുത്തിട്ട് അതിലൊരു നട്ട് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പട്ടയുടെ 2 അറ്റത്തും ഇതുപോലെ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നടുക്കും ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫോർക്കിൽ നിന്ന് വീലിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ 2 അറ്റത്തും ബോൾട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ബോൾട്ട് ഇടുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ചെറിയൊരു പ്ലേ ഇട്ടിരിക്കണം. അപ്പോൾ അടുത്ത് നമ്മളൊരു ആംഗ്ലറിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മളൊരു നട്ട് വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബോൾട്ട് ഇതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബോൾട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഈ ആംഗ്ലറിനെ നമുക്ക് ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ ഫോർക്ക് തിരിക്കുന്നതനുസരിച്ച് നമ്മളെ വീലും തിരിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പ്രോട്ടോടൈപ്പ് പോലെ ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്തത്. അല്ലാതെ ഇതൊരു പ്രൊഫഷണൽ മെത്തേഡാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ചെയ്ത പട്ടയുടെ 2 സൈഡ് ഇതുപോലെ വെൽഡ് ചെയ്ത് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിമിനെ മോട്ടർ വരുന്ന ഫ്രെയിമിലോട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വീൽ ബാരോയുടെ വെൽഡിങ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം.
അപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ അസംബിൾ ചെയ്യാം. നമ്മൾ സ്പിൻഡിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് പിന്നിട്ട് ലോക്ക് ചെയ്യണം. ഈ ബോൾട്ട് നമുക്ക് ചെറിയൊരു പ്ലേ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് അടിയിൽ ഒരു നട്ടും കൂടി ഇട്ട് അതിനെ ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ ബോൾട്ടിൻ്റെ അടിയിലും ഒരു നട്ടിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ 3 ബോൾട്ടിലും ചെയ്യണം. വീലിലും നമുക്ക് അതുപോലെ പിന്നിട്ട് ലോക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ ഹാൻഡിൽ പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിതിൽ ഹാൻഡിലായിട്ട് ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ ഹാൻഡിലാണ്. അത് കട്ട് ചെയ്ത് കുറച്ച് നീളം കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വയറിങ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം നേരത്തെ വീഡിയോയിൽ ചെയ്ത് അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീൽ ബെയറുടെ വയറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി കറക്റ്റായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലോഡ് കാരിയറും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വർക്ക് പൂർത്തിയായി. നമ്മുടെ വീൽ ബെയറർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നേരത്തെ നമ്മളിത് ഓടിക്കുന്ന സമയത്ത് നമുക്കിത് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീൽ ബെയർ മൊത്തത്തിലാണ് തിരിച്ചുകൊണ്ടിരുന്നത്. പുതിയ സ്റ്റിയറിംഗ് സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ഓടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെറുതായിട്ടൊന്ന് ലോഡ് കയറ്റി നോക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.